എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പരീക്ഷാ നോട്ടിഫിക്കേഷനുകൾ ഈ ഇടയ്ക്ക് വിളിക്കുന്നുമുണ്ട്. ഇനി രണ്ടാം സെമിസ്റ്ററിൻ്റെ ഉൾപ്പെടെ വിളിക്കാൻ പോകുന്നുമുണ്ട്. എന്നാൽ ഇതിനിടയ്ക്ക് പെട്ടുപോകുന്നത് 2018 അഡ്മിഷൻ വിദ്യാർത്ഥികളാണ്. അവരുടെ പരീക്ഷ എന്ന് വിളിക്കുമെന്നോർത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. കാത്തിരുന്നിട്ടും ഒരു വിരാമമില്ലാതെ നോട്ടിഫിക്കേഷനുകൾ വരാതിരിക്കുന്നു. 2018 അഡ്മിഷൻ ഇപ്പോൾ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും 2019 ടു 2023 എന്തുകൊണ്ടാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വിളിക്കാതിരിക്കുന്നതും എന്താണ് അവ ഇത്ര വൈകുന്നതെന്നും ആ പ്രൊസീജിയറുകൾ, നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന പ്രൊസീജിയറുകൾ കുറച്ചും കൂടി വേഗത്തിലാക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് 2018 നോട്ടിഫിക്കേഷൻ വിളിക്കാൻ കുറച്ചും കൂടെ പെട്ടെന്ന് വിളിക്കാൻ കുറച്ച് വഴികളൊക്കെ ഉണ്ട്. അവയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് പരീക്ഷാ നോട്ടിഫിക്കേഷനുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ യൂണിവേഴ്സിറ്റി വിളിക്കുന്നുണ്ട്. എന്നാൽ ആ വിളിക്കുന്ന നോട്ടിഫിക്കേഷനിലെല്ലാം 2019 ടു 2023 അഡ്മിഷൻ എന്നൊരു ഇതായിരിക്കും അതിൽ കാണുക. എന്നാൽ 2018 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഈ വരുന്ന നോട്ടിഫിക്കേഷനായിട്ടൊന്നും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തൊരു പ്രശ്നം വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എഴുതാൻ ഇപ്പോൾ അങ്ങനെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വിളിക്കാത്തത്? അതിനൊന്നാമത്തെ കാരണം നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞത് തന്നെയാണ്. അത് ഒരു വിദ്യാർത്ഥി ഏത് വർഷമാണോ ഡിഗ്രിയിൽ അഡ്മിഷൻ എടുക്കുന്നത് ആ വർഷം മുതൽ 5 ടു 6 വർഷം വരെയാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥി ഏതൊരു വർഷം ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്താലും ആ വർഷം മുതൽ 5 ടു 6 വർഷം വരെയാണ് ആ വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡായിട്ട് കണക്കാക്കുക. പിന്നീട് ആ വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ പറ്റും. പിന്നീട് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയോ മേഴ്സി ചാൻസ് എക്സാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അവ മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത്? അതിനൊന്നാമത്തെ കാരണം 2018 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞത് തന്നെയാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ 2024 അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥിയുടെ അവസാന വാലിഡിറ്റി പീരീഡ് എന്ന് പറയുന്നത് 2029-30 2024 അഡ്മിഷൻ എടുത്തൊരു വിദ്യാർത്ഥിയുടെ വാലിഡിറ്റി പീരീഡായിട്ട് കണക്കാക്കപ്പെടുക 2029-30 അത് കഴിഞ്ഞാൽ അവർക്കും നിങ്ങളെപ്പോലെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയോ അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ ആയതുകൊണ്ട് കൃത്യമായ ഒരു വിവരം നമുക്ക് വിദ്യാർത്ഥികൾക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഈ പ്രൊസീജിയറുകളെ കുറച്ച് വേഗത്തിലാക്കി പരീക്ഷകൾ നമുക്ക് കുറച്ചും കൂടി വേഗത്തിൽ നടത്താൻ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. ഇതിനായി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്. 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഒരുപാട് പേർ പരീക്ഷ എഴുതാനുണ്ടെന്നുള്ള വിവരം ആദ്യം യൂണിവേഴ്സിറ്റി ധരിപ്പിക്കുക. അതായത് 2018 അഡ്മിഷൻ വിദ്യാർത്ഥിയാണ്. 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ടെന്നുള്ള വിവരം ആദ്യം യൂണിവേഴ്സിറ്റി ധരിപ്പിക്കുക. ഇതിനായി നിങ്ങൾക്ക് ഇമെയിൽ മാർഗം ഉപയോഗിക്കാം, ഫോൺ മാർഗം ഉപയോഗിക്കാം. യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ കൺട്രോളർക്ക് മെമ്മോറാൻഡം ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കി നിങ്ങൾക്ക് നൽകാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നൽകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊസീജിയറുകൾ കുറച്ചും കൂടി വേഗത്തിലാകാൻ ഇവയൊക്കെ സഹായിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് ഇമെയിലായിട്ട് അയക്കുകയാണ് 2018 പരീക്ഷ വേണം, ഫോൺ കോൾ വിളിച്ച് പറയുകയാണ്, പരീക്ഷാ കൺട്രോളർക്ക് മെമ്മോറാൻഡം ഉൾപ്പെടെയുള്ളവ അയക്കുകയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ, ഞാൻ ഇപ്പോഴും പറയുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ ഇനി ബാക്കിയുണ്ടെന്നുള്ള വിവരം സർവകലാശാലയെ ധരിപ്പിക്കുക. അതായത് ഒരുപാട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ പെട്ടെന്ന് വിളിക്കേണ്ടതായ ആവശ്യകത ഉണ്ടെന്ന് യൂണിവേഴ്സിറ്റിക്ക് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററിയുമായി പരീക്ഷ 2018 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുമായുള്ള ബന്ധപ്പെട്ടുള്ള തുടർ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുകയും പരീക്ഷ വേഗത്തിൽ വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇമെയിലുകളും കോളുകളും
ഒക്കെ അയച്ചു തുടങ്ങിക്കൊള്ളുക. മെമ്മോറാൻഡം ഉൾപ്പെടെയുള്ള അയച്ചു തുടങ്ങിക്കൊള്ളുക. യൂണിവേഴ്സിറ്റിക്ക് അടുത്താണെങ്കിൽ ഒന്ന് പോയി പരീക്ഷാ വിഭാഗവുമായിട്ട് പരീക്ഷാ ഭവനുമായിട്ടൊന്ന് നേരിട്ട് സംസാരിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനുള്ള വിവരം സർവകലാശാലയെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ സർവകലാശാലയ്ക്ക് ബോധ്യപ്പെടുകയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി പരീക്ഷ തന്നെ വേഗം വിളിക്കും. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അറിയിപ്പുണ്ടെങ്കിൽ തീർച്ചയായും വിദ്യാർത്ഥികളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് കരേദ, ഫൗണ്ടർ ഓഫ് കരേ ഫോർ ദ കരിയർ അക്കാഡമി. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.